നമ്മുടെ എല്ലാം മനസ്സിൽ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് ശബരിമല. കല്ലും മുള്ളും കാലുക്കും എത്ത എന്ന് ജപിച്ച് വേദനകളെ വ്രതശുദ്ധിയാൽ മറികടന്ന് 18 പടികൾ കയറുന്ന കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസം. എന്നാൽ ഈ വിശ്വാസത്തെ പോലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയാണോ നമ്മുടെ ഭരണകൂടം? ഈ ചോദ്യം ഉയരുന്നത് പമ്പാ തീരത്ത് നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന പരിപാടിയെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോഴാണ്. ആദ്യ നോട്ടത്തിൽ ഭക്തർക്ക് ആശ്വാസം നൽകുന്ന ഒരു പരിപാടിയായിട്ട് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ സൂക്ഷ്മമായ തന്ത്രങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സംഗമത്തിൽ പങ്കെടുക്കാൻ വരുന്നത് നിരവധി പേരാണ്. ഇവർക്ക് പമ്പയിൽ ഒരുക്കിയിരിക്കുന്നത് 5 സ്റ്റാർ സൗകര്യങ്ങളാണ്. 3000 പേർക്ക് ഇരിക്കാവുന്ന ജർമ്മൻ പന്തൽ, AC ബസ്സുകളിലെ യാത്ര, VIP സന്ദർശനം, ബുഫേ ഭക്ഷണം, ഓണക്കോടിയും കിറ്റും 5 അപ്പവും അരവണയും ഉൾപ്പെടെയുള്ള സമ്മാന പൊതികൾ. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു സാധാരണ വിശ്വാസിയുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം, ഇതാണോ അയ്യപ്പ ഭക്തി? വ്രതശുദ്ധിയുടെയും ലാളിത്യത്തിന്റെയും വഴി ഉപേക്ഷിച്ച് ആഡംബരത്തിന്റെ പുതിയ പാത തുറക്കുകയാണോ ഇവർ? ഈ സംഗമം സംഘടിപ്പിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെയാണ്. എന്നാൽ ഹൈന്ദവ സംഘടനകളും ഭക്തരും ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണെന്ന് ആരോപിക്കുന്നു. അവരുടെ ചോദ്യം വളരെ വ്യക്തമാണ്. ഹൈന്ദവ വിശ്വാസിയാണോ എന്ന് സംശയം ഉയർത്തുന്ന ഒരു മുഖ്യമന്ത്രി എന്തിനാണ് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്? ഇതിന് പിന്നിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ പണപ്പിരിവ് നടക്കുന്നുണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നു. 3000 പേരിൽ നിന്നും 1 ലക്ഷം രൂപ വീതം പിരിച്ചാൽ പോലും 30 കോടി രൂപ സമാഹരിക്കാൻ കഴിയും. ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുവെന്ന് ആരും ചോദിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിന് പിന്നിലെ ഏറ്റവും വലിയ തട്ടിപ്പ് ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ എന്തായാലും ഇതൊന്നും മറന്നുകൂടാ. 2019 യുവതീ പ്രവേശനം സാധ്യമാക്കാൻ രാത്രിയുടെ മറവിൽ ഒത്താശ ചെയ്ത അതേ സർക്കാരാണ് ഇന്ന് അയ്യപ്പ ഭക്തരെ ആദരിക്കുന്നതായി ഭാവിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഭക്തരുടെ വിശ്വാസത്തിനെതിരായി സത്യവാങ്മൂലം നൽകിയ ഈ സർക്കാരിന്റെ തത്വമസി പ്രചാരണത്തിന് വേണ്ടി ദേവസ്വം ഫണ്ട് ചെലവഴിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി പോലും എത്തിയിട്ടുണ്ട്. വിശ്വാസികളെ കള്ളക്കേസുകളിൽ കുടുക്കി വേട്ടയാടിയ സർക്കാർ ഇപ്പോൾ സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്ത് വിശ്വാസി സമൂഹത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കാപട്യം തിരിച്ചറിയാൻ ഭക്തർക്ക് സാധിക്കണം. ശബരിമല ആചാര സംരക്ഷണത്തിനായി തെരുവിലിറങ്ങിയ ലക്ഷക്കണക്കിന് ഭക്തരെ മറന്നുകൊണ്ട് ഈ പുതിയ അയ്യപ്പ ഭക്തരെ സ്വീകരിക്കാൻ ദേവസ്വം ബോർഡ് സഹകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സംഗമം നടക്കുന്നത് പരിപാവനമായ പമ്പാ നദിയുടെ തീരത്താണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചോ എന്നതിനെ കുറിച്ചും വ്യക്തമായ മറുപടിയില്ല. ചെറിയൊരു മഴ പോലും പമ്പയെ കരകവിഞ്ഞൊഴുക്കാമെന്നിരിക്കെ താൽക്കാലിക പന്തലുകളുടെ സുരക്ഷയും വലിയൊരു വിഷയമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ശബരിമലയുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്നതിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ല എന്നാണ്. ഈ നീക്കം വെറും തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്. ഭക്തരുടെ വികാരങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്ന തരം താഴ്ന്ന രാഷ്ട്രീയ തന്ത്രം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.